Hello dears, welcome back to SS online class. How are you all? I hope you all are fine. Today we are discussing about a new chapter in our EVS textbook. Chapter 11, Sunita in Space. നമ്മുടെ EVS textbookലെ 11th ചാപ്റ്റർ ആയിട്ടുള്ള സുനിത ഇൻ സ്പേസ് എന്നൊരു ന്യൂ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആർ യു റെഡി ടു ലിസൺ ക്ലാസ്? ഫസ്റ്റ്, straight from the heart. Straight from the heart. What do you think the earth looks like? Make a drawing of the earth in your notebook. On your drawing show where you are. Take a look at your friends' drawings too. നമ്മുടെ എർത്ത് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നു? എർത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക? എർത്തിൻ്റെ ഒരു ഡ്രോയിങ്, ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡ്രോയിങ് ഷോയിൽ ആ വരച്ചിട്ടുള്ള ചിത്രത്തിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? വേർ യു ആർ, നമ്മൾ എവിടെയാണെന്ന് നോക്കുക. ടേക്ക് എ ലുക്ക് അറ്റ് യുവർ ഫ്രണ്ട്സ് ഡ്രോയിങ് ടു. അതുപോലെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എർത്തിൻ്റെ ചിത്രത്തിലും നോക്കുക. അപ്പോൾ എർത്ത് ലുക്സ് ലൈക്ക്, എർത്ത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ ഒരു ഗ്ലോബിൻ്റെ പിക്ചർ വരയ്ക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എവിടെ ആയിരിക്കും, നമ്മുടെ ഇന്ത്യ എവിടെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, വാട്ട് ഈസ് യുവർ എർത്ത് റിയലി ലൈക്ക്? നമ്മുടെ എർത്ത് ശരിക്കും എങ്ങനെയുള്ളതാണ് എന്നാണ് പറയുന്നത്. ഉസൈറ ആൻഡ് ഷഹ്മീർ ആർ പ്ലേയിങ് വിത്ത് ദ ഗ്ലോബ്. വൈൽ ദേ പ്ലേ ദേ ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. ഉസൈറയും ഷഹ്മീറും എന്ത് ചെയ്യാണ്? ഗ്ലോബുമായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഒരു ഗ്ലോബ് ഇട്ട് കളിക്കുകയാണ്. അവർ കളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ഗ്ലോബിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചതെന്ന് നോക്കാം. ഫസ്റ്റ്, ഉസൈറ, ഡു യു നോ ദാറ്റ് സുനിത വില്യംസ് ഈസ് വിസിറ്റിംഗ് അവർ സ്കൂൾ ടുമോറോ? ഐ ഹാവ് ഹിയർഡ് ദാറ്റ് ഷീ ഹാസ് സ്പെൻഡ് മോർ ദാൻ 6 months ഇൻ സ്പേസ്. ഉസൈർ എന്ത് പറയുന്നു? നിങ്ങൾക്കറിയോ, സുനിത വില്യംസ് നാളെ ഞങ്ങളെ സ്കൂളിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവർ 6 months 6 മാസത്തോളം എവിടെ സ്പെൻഡ് ചെയ്തു? ഇൻ സ്പേസ്, ബഹിരാകാശം. സ്പേസ് മീൻസ് ബഹിരാകാശത്ത്. 6 months ബഹിരാകാശത്ത് ചിലവഴിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഷഹ്മീർ എന്ത് പറയും? ലുക്കിംഗ് അറ്റ് ദ ഗ്ലോബ്. ലുക്ക്, ഹെയർ ഈസ് അമേരിക്ക, ആഫ്രിക്ക. ഹേ, വെർ ഈസ് സ്പേസ്? അപ്പോൾ എന്ത് ചെയ്യാണ്? ഷഹ്മീർ ഗ്ലോബ് നോക്കിയിട്ട് പറയാണ്, അമേരിക്ക ഇവിടെ ഉണ്ട്, അതുപോലെ ആഫ്രിക്ക ഉണ്ട്. ഹേ, വെർ ഈസ് സ്പേസ്? എന്നാൽ സ്പേസ്, ബഹിരാകാശം, അതെവിടെയാണ് എന്ന്. അപ്പോൾ ഉസൈർ എന്ത് പറയും? ദ സ്കൈ, സ്റ്റാർസ്, സൺ ആൻഡ് മൂൺ, ദേ ആർ ഓൾ ഇൻ സ്പേസ്. അപ്പോൾ സ്പേസ് എവിടെയാണെന്ന് ഉസൈർ പറയണേ? സ്കൈ, ആകാശം, അതുപോലെ സ്റ്റാറുകൾ, നക്ഷത്രങ്ങൾ, സൺ ആൻഡ് മൂൺ, ചന്ദ്രനും സൂര്യനും, ഇവയൊക്കെ എവിടെയുള്ളത്? ദേ ആർ ഓൾ ഇൻ സ്പേസ്, അവയൊക്കെ ഉള്ളത് സ്പേസിലാണ്. ഷഹ്മീർ, യെസ് ഐ നോ, സുനിത വില്യംസ് വെന്റ് ഇൻ എ സ്പേസ് ഷിപ്പ്. I saw on TV that she could see the earth from there. അപ്പോൾ ഷഹ്മീർ എന്ത് പറയും? യെസ്, എനിക്കറിയാം, സുനിത വില്യംസ് സ്പേസ് ഷിപ്പ് എന്ന ബഹിരാകാശ കപ്പൽ, സ്പേസിലേക്ക് പോയ വണ്ടിയാണ്. ബഹിരാകാശ കപ്പലിൽ പോയി അവർ അവിടെ നിന്ന് ഭൂമി കാണാൻ, അവർക്ക് അവിടെ നിന്ന് നമ്മുടെ എർത്ത് കാണാൻ കഴിയുന്നുണ്ടെന്ന്
ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഷഹ്മീർ പറയാണ്. അപ്പോൾ സുനിത വില്യംസ് എങ്ങനെയാണ് സ്പേസിലേക്ക് പോയത്? ബഹിരാകാശത്തേക്ക് സ്പേസ് ഷിപ്പിലാണ്. അപ്പോൾ അവിടുന്ന് സ്പേസ് ഷിപ്പിൽ ബഹിരാകാശത്ത് എത്തിയ സുനിത വില്യംസിന് അവിടുന്ന് നമ്മുടെ എർത്ത് ഭൂമി കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഉണ്ട് എന്ന് ടി വിയിൽ പറയുന്നത് ഷഹ്മീർ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉസൈർ പറയാണ്, യെസ്, ഫ്രം ദർ ദ എർത്ത് ലുക്ക്ഡ് ലൈക്ക് ദിസ് ഗ്ലോബ്. അതെ, എന്താണ്? ഫ്രം ദർ ദ എർത്ത്, അവിടുന്ന് നോക്കുമ്പോൾ എർത്ത് ലുക്ക്ഡ് ലൈക്ക് ദിസ് ഗ്ലോബ്, എർത്ത് ഒരു ഗ്ലോബിനെ പോലെ ആണ്. അപ്പോൾ ഷഹ്മീർ എന്ത് പറയും? ഇഫ് അവർ എർത്ത് ലുക്സ് ലൈക്ക് ദിസ് ഗ്ലോബ്, then where are we? Uzaira takes a pen, places it on the globe. അപ്പം എന്ത് ചെയ്യും? ഇഫ് അവർ എർത്ത് ലുക്സ് ലൈക്ക് ദിസ് ഗ്ലോബ്, നമ്മുടെ എർത്ത് ഈ ഗ്ലോബിനെ പോലെ ആണോ? ഷഹ്മീർ ചോദിക്കുകയാണ്. ദെൻ വേർ ആർ വി, അപ്പം നമ്മൾ ഈ ഗ്ലോബിൽ എവിടെ ആയിരിക്കും? ഈ ഗ്ലോബിനെ പോലെയാണ് നമ്മുടെ എർത്ത് എങ്കിൽ ഈ ഗ്ലോബിൽ നമ്മൾ എവിടെ ആയിരിക്കും എന്ന് ചോദിക്കാം. അപ്പോൾ ഉസൈറ എന്ത് ചെയ്യാണ്? ഉസൈറ ടേക്സ് എ പെൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദി ഗ്ലോബ്. അപ്പോൾ ഉസൈറ ഒരു പേന എടുത്തിട്ട് പ്ലേസസ് കാണിച്ചു കൊടുക്കുകയാണ്. ഉസൈറ, ഹെർ വി ആർ, നമ്മൾ ഇവിടെയാണ്. ദിസ് ഈസ് ഇന്ത്യ. അപ്പോൾ ഗ്ലോബിൽ ഇന്ത്യയുടെ മാപ്പ് പിക്ചർ കാണിച്ചിട്ട് പറയുകയാണെന്ത്? ഉസൈറ, നമ്മൾ ഇവിടെയാണ്, ഇവിടെ ഇന്ത്യയാണ്, അപ്പോൾ ഈ ഇന്ത്യയിലാണ് നമ്മളുള്ളത് എന്ന് പറയാണ്. ഷഹ്മീർ, ഇഫ് വി വർ ഹെർ ലൈക്ക് ദിസ് വി വുഡ് ഓൾ ഫാൾ ഓഫ്. ഐ തിങ്ക് വി മസ്റ്റ് ബി ഇൻസൈഡ് ദ ഗ്ലോബ്. അപ്പോൾ ഷഹ്മീർ എന്ത് പറയും? നമ്മളിവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും വീഴും. ഗ്ലോബിൽ നിൽക്കല്ലേ, അപ്പോൾ ഗ്ലോബിൻ്റെ ഷേപ്പ് എന്താ? റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്താ? നമ്മൾ വീണു പോവും. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഈ ഗ്ലോബിൻ്റെ ഉള്ളിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പുറത്ത് നിൽക്കുമ്പോൾ വീണോവില്ലേ, റൗണ്ട് ആയതുകൊണ്ട്. അതുകൊണ്ട് ഗ്ലോബിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു എന്ന് ഷഹ്മീർ പറയാണ്. അപ്പോൾ എന്താണ് ഷഹ്മീറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഉസൈർ അതിന് മറുപടി എന്താ പറഞ്ഞത്? ഇഫ് വി ആർ ഇൻസൈഡ്, എവിടെ ഉണ്ടോ ഗ്ലോബ് കാണിച്ചില്ലേ? ഗ്ലോബിൽ ഇവിടെ ഇന്ത്യ കാണിക്കുന്നുണ്ട്, അവിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ ഉസൈറ, ഇഫ് വി ആർ ഇൻസൈഡ്, നമ്മൾ ഉള്ളിലാണെങ്കിൽ, ദെൻ വേർ ഈസ് ദ സ്കൈ, ദ സൺ, ദ മൂൺ ആൻഡ് ദി സ്റ്റാർസ്. നമ്മൾ അകത്താണ്, ഗ്ലോബിൻ്റെ ഉള്ളിലാണെങ്കിൽ, ഗ്ലോബ് മീൻസ് ഉദ്ദേശിച്ചത് എർത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ ആകാശം, സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങൾ ഒക്കെ എവിടെ? വി മസ്റ്റ് ബി ഓൺ ദി ഗ്ലോബ് ആൻഡ് ഓൾ ദി സീസ് ആൻഡ് ഓഷ്യൻസ് മസ്റ്റ് ആൾസോ ബി ഓൺ ദി ഗ്ലോബ്. അപ്പം എന്താണ്, നമ്മൾ ഗ്ലോബിൻ്റെ മുകളിലായിട്ടാണ് ഉണ്ടായിരിക്കുക. ഒപ്പം എല്ലാ അതുപോലെ ഓഷ്യൻസൊക്കെ എന്താണ്, ഗ്ലോബിൻ്റെ മുകളിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മളും എവിടെയാണ് ഉണ്ടാവുക? ഗ്ലോബിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഗ്ലോബിൻ്റെ ഉള്ളിലായിരിക്കും. നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയും, നമ്മൾ വീണു പോകുമെന്നുള്ള ഷഹ്മീറിൻ്റെ ക്വസ്റ്റ്യന് ഉസൈർ എന്ത് പറഞ്ഞു? നമ്മൾ ഉള്ളിലായാൽ ഈ ആകാശം, സണ്ണ്, അതേപോലെ മൂണ്, സ്റ്റാർസ് ഇവിടെയൊക്കെ എവിടെ ആയിരിക്കും എന്ന് ചോദിക്കാം. എന്നിട്ട് പറയും നമ്മളെന്താണ്? വി മസ്റ്റ് ബി ഓൺ ദി ഗ്ലോബ്, ഗ്ലോബിൻ്റെ മുകളിലാണ് നമ്മൾ ഉള്ളത്. ദെൻ ആൻഡ് ഓൾ ദ സീസ് ആൻഡ് ദി ഓഷ്യൻസ് മസ്റ്റ് ആൾസോ ബി ഓൺ ദി ഗ്ലോബ്. അതുപോലെ നമ്മൾ കാണുന്ന എല്ലാ സമുദ്രങ്ങളും ഓഷ്യൻസും ഒക്കെ ഉള്ളത് ഗ്ലോബിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഷഹ്മീർ പോയിൻറ്റിങ് ടുവാർഡ്സ് ദ ലോവർ പാർട്ട് ഓഫ് ദി ഗ്ലോബ്. ഷഹ്മീർ എന്ത് ചെയ്യാണ്? ഗ്ലോബിൻ്റെ താഴെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറയാ, യു മീൻ ടു സേ ദാറ്റ് നോ വൺ സ്റ്റേസ് ഹെർ. ഗ്ലോബിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ താഴെ ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് ഷഹ്മീർ ചോദിക്കുകയാണ്, ഇവിടെ ആരും താമസിക്കുന്നില്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? താഴെ ഭാഗത്ത് ആരും താമസിക്കുന്നില്ലെന്നാണോ? അപ്പോൾ ഉസൈർ എന്ത് പറഞ്ഞു? പീപ്പിൾ ലിവ് ഹെർ ടു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ ഇവിടെയും താമസിക്കുന്നുണ്ട്. ബ്രസീൽ ആൻഡ് അർജൻറ്റീന ആർ ഹെർ. ബ്രസീലും അർജൻറ്റീനയൊക്കെ ഉള്ളത് എവിടെയാണ്? ഈ താഴെ ഭാഗത്താണ്
ഉള്ളത്. അപ്പോൾ ഷഹ്മീർ എന്ത് പറയും? ആർ ദ പീപ്പിൾ ദർ സ്റ്റാൻഡിങ് അപ്സൈഡ് ഡൗൺ? വൈ ഡോണ്ട് ദോസ് പീപ്പിൾ ഫാൾ ഓഫ്? അപ്പം എന്താണ്, അവിടുത്തെ ആളുകൾ സ്റ്റാൻഡിങ് അപ്സൈഡ് ഡൗൺ, തല കീഴായിട്ടാണോ? അർജൻറ്റീനയിലെയും അതുപോലെ ബ്രസീലിലെയൊക്കെ ആളുകൾ തല കീഴായിട്ടാണോ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകളൊന്നും വീഴൊന്നും ചെയ്യാത്തതെന്ന് ചോദിക്കുക. പുസേർ എന്ത് പറയും? യെസ്, ഇറ്റ് ലുക്സ് സ്ട്രേഞ്ച് ഇസ്ൻറ്റ് ഇറ്റ്, ആൻഡ് ദിസ് ബ്ലൂ പാർട്ട് മസ്റ്റ് ബി ദ സീ, വൈ ഡസൻറ്റ് ദ സീ വാട്ടർ ഫാൾ ഓഫ്? പുസേർ എന്ത് ചോദിക്കും? അതെ, ഇത് സ്ട്രേഞ്ച് അല്ലേ? ഈ സ്ട്രേഞ്ച് മീൻസ് വിചിത്രം. ഇത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ട് അല്ലേ, വീഴുന്നില്ല എന്നുള്ളതൊക്കെ. ഈ ബ്ലൂ പാർട്ടിലെ നമ്മളെ ഗ്ലോബിൽ ബ്ലൂ ഭാഗം നമ്മുടെ കോണ്ടിനെൻസ് എല്ലാം അല്ലാത്ത ബാക്കി കാണുന്ന ബ്ലൂ ഭാഗങ്ങളൊക്കെ എന്താണ്? സീ ആണ്. ഈ കാണുന്ന ബ്ലൂ ഭാഗമൊക്കെ സീ വാട്ടറാണ്. എന്തുകൊണ്ടാണ് അവ ഒഴുകി പോവാത്തത്? പുസേറ ചോദിക്കുകയാണ്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങളെന്ത് ചിന്തിക്കുന്നു? ഇഫ് ദ എർത്ത് റൗണ്ട് ലൈക്ക് എ ഗ്ലോബ്, ഹൗ ഈസ് ഇറ്റ് ദാറ്റ് വി ഡു നോട്ട് ഫാൾ ഓഫ്? ഇതാണ്, എർത്ത് ഗ്ലോബിനെ പോലെ റൗണ്ടാണെങ്കിൽ നാം വീഴാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ വീഴാതിരിക്കുന്നത്? നമ്മളെപ്പോഴും സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, എർത്തിന് എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എന്താ, എർത്ത് അട്രാക്ട്സ് എവ്രിതിങ് ടുവാർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. എർത്തിൻ്റെ സെൻറ്ററിലേക്കെല്ലാം ആകർഷിക്കുന്നതുകൊണ്ട് തന്നെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഒന്നും വീഴാതെ നല്ല സ്മൂത്തായിട്ട് നിലനിന്ന് പോകുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് ഒരു ഗ്ലോബ് റൗണ്ടായിട്ടും ഒന്നും വീഴാത്തത്? എന്തുകൊണ്ടാണ്? എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. നെക്സ്റ്റ്, ഡു ദ പീപ്പിൾ ഇൻ അർജൻറ്റീന സ്റ്റാൻഡ് അപ്സൈഡ് ഡൗൺ? അർജൻറ്റീനയിലെ ആളുകൾ അപ്സൈഡ് ഡൗൺ, തല കീഴായി നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കാണുന്ന അർജൻറ്റീനയിലെ ആളുകൾ എന്താ നിൽക്കുന്നുണ്ടോ? ഇല്ല. ദേ ആർ നോട്ട്. ദേ ആൾസോ സ്റ്റാൻഡിങ് അപ്പ് റൈറ്റ്. അവർ ശരിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി നമ്മൾ ആരെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്? ടോക്കിംഗ് വിത്ത് സുനിത. സുനിതയെക്കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. വെൻ സുനിത വില്യംസ് കെയിം ടു ഇന്ത്യ, thousands of children like Uzaira and Shahmir got a chance to meet her. സുനിത വില്യംസ് ഇന്ത്യയിലെത്തിയപ്പോൾ ഉസൈറക്കും ഷഹ്മീറിനും കാണാൻ അവസരം ലഭിച്ച പോലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അവരെ മീറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചു. ഇപ്പോൾ സുനിത വില്യംസ് ആരാണ്? സ്പേസിൽ പോയി വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അവരെ കാണാൻ ഒരുപാട് ആളുകൾക്ക് അവസരം ലഭിച്ചു. സുനിത എന്ത് പറഞ്ഞു? ദാറ്റ് ഹെർ ഫ്രണ്ട് കൽപ്പന ചൗള വാണ്ടഡ് ടു കം ടു ഇന്ത്യ ആൻഡ് മീറ്റ് ചിൽഡ്രൻ. ഷീ കെയിം ടു ഇന്ത്യ ടു ഫുൾഫിൽ കൽപ്പനാസ് ഡ്രീം. അപ്പോൾ അവരുടെ എന്താണ്, കൽപ്പന ചൗള, അവരുടെ ഫ്രണ്ടായിട്ടുള്ള കൽപ്പന ചൗള, സ്പേസിലേക്ക് പോയിട്ടുള്ള കൽപ്പന ചൗള എന്താ പറഞ്ഞത്? അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ടു കെയിം ടു ഇന്ത്യ, ഇന്ത്യയിലെത്തിയ മീറ്റ് ചിൽഡ്രൻ, കുട്ടികളെ എന്തായാലും മീറ്റ് ചെയ്യണമെന്ന് കൽപ്പന ചൗള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ കെയിം ടു ഇന്ത്യ ടു ഫുൾഫിൽ കൽപ്പനാസ് ഡ്രീം. അപ്പോൾ അവർ ഇന്ത്യയിലെത്തിയ ഉടനെ തന്നെ കൽപ്പനയുടെ ആ സ്വപ്നം ഫുൾഫിൽ ചെയ്തു. ഇനി സുനിതാസ് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഇൻ സ്പേസ്. സുനിതയുടെ എക്സ്പീരിയൻസ് ആണ് ഈ ബോക്സിൽ പറയുന്നത്. സ്പേസിലേക്ക് പോയപ്പോൾ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താ? വി കുഡ് നോട്ട് സിറ്റ് അറ്റ് വൺ പ്ലേസ്, വി കെപ്റ്റ് ഫ്ലോട്ടിങ് ഇൻ ദ സ്പേസ് ഷിപ്പ് ഫ്രം വൺ എൻഡ് ടു അനദർ. ഞങ്ങൾക്ക് ഒരിടത്ത് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെന്താണ്, സ്പേസ് ഷിപ്പ്, അവരുടെ ബഹിരാകാശ കപ്പലിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഒഴുകിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ദെൻ സെക്കൻഡ്, വാട്ടർ ടു ഡസൻറ്റ് സ്റ്റേ അറ്റ് വൺ പ്ലേസ്, ഇറ്റ് ഫ്ലോട്ട് അറൗണ്ട് ദ ബ്ലോബ്സ്. ടു വാഷ് അവർ ഫേസ് ഓർ ഹാൻഡ്സ് വി ഹാഡ് ടു ക്യാച്ച് ദ ബ്ലോബ്സ് ആൻഡ് വെറ്റ് പേപ്പർ വിത്ത് ദം.
ഒരു സ്ഥലത്തും വെള്ളം നിൽക്കുന്നില്ല. അത് ചുറ്റും ഇങ്ങനെ ബ്ലോബായിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഹാൻഡോ അല്ലെങ്കിൽ ഫേസൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ ബോബിൾസോ നനഞ്ഞ കടലാസ് ഇങ്ങനെ പിടിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. Then third, we ate very differently there. The real fun was when all of us would float into the dining area of the spaceship and catch the floating food packets. ഞങ്ങൾ അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതി എന്തായിരുന്നു, ഫുഡ് കഴിക്കലായിരുന്നു. ഞങ്ങൾ ഫ്ലോട്ടിങ് ഫുഡ് പാക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ സ്പേസ്ഷിപ്പിൽ ഡൈനിങ്ങിൽ എന്താണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഒഴുകി നടക്കുകയെന്നു, അതിങ്ങനെ പിടിച്ച് കഴിക്കുകയെന്ന് ഞങ്ങൾ ചെയ്തിരുന്നത്. ഇൻ സ്പേസ് ദർ വാസ് നോ നീഡ് ടു യൂസ് എ കോംബ്. മൈ ഹെയർ കെപ്റ്റ് സ്റ്റാൻഡിങ് ഓൾ ദ ടൈം. സ്പേസിൽ എന്താണ് ചീപ്പ് കോമ്പില്ലേ, ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മുടി എപ്പോഴും എന്താ നല്ല സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. Not being able to walk, we had to get used to floating around. We had to learn to do simple things differently. To stay at one place, we had to strap ourselves there. Papers also had to be stuck to the wall of the spaceship. It was a lot of fun living in space, but it was also difficult. എന്താണ്, നമുക്ക് സ്പേസിൽ നടക്കാൻ കഴിയാത്തതിൽ അവിടെ സ്പേസിൽ അവർക്ക് നടക്കാൻ കഴിയില്ല. അവരെന്ത് ചെയ്യാണ്, ഞങ്ങൾ ചുറ്റും ഇങ്ങനെ പൊങ്ങിക്കിടക്കേണ്ടി വന്നു. ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലെ ഞങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു ചെറിയ കാര്യം പോലും ചെയ്യേണ്ടതായിട്ട് ഞങ്ങൾക്ക് അതൊക്കെ പഠിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ എന്താ പറയുന്നത്, ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് തുടരണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നമ്മളെ കെട്ടിയിടേണ്ടി വന്നു, എങ്കിലേ നമുക്കവിടെ നിൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ എന്താണ്, പേപ്പേഴ്സ് ആൾസോ ഹാഡ് ടു ബി സ്റ്റക്ക് ടു ദ വാൾ ഓഫ് ദി സ്പേസ്ഷിപ്പ്. പേപ്പറുകളൊക്കെ സ്പേസ്ഷിപ്പ് ബഹിരാകാശ വാഹനത്തിൽ ഇങ്ങനെ എന്തായിരുന്നു പറ്റിങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ പറഞ്ഞത്, നമ്മൾ നോർമലായിട്ട് നമ്മുടെ എർത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കാനോ ഒന്നിനും അവർക്ക് കഴിയില്ല, അതെല്ലാം പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ ഫോട്ടോഗ്രാഫ് ആൻഡ് റൈറ്റ്. ഫോട്ടോഗ്രാഫ് നോക്കിയിട്ട് എഴുതുക. ക്യാൻ യു തിങ്ക് വൈ സുനിതാസ് ഹെയർ വാസ് സ്റ്റാൻഡിങ്? എന്തുകൊണ്ടായിരിക്കും സുനിതൻ്റെ ഹെയർ നിന്നു എന്ന് പറയുന്നില്ല, എന്തുകൊണ്ടായിരിക്കും? എൻ്റെ ആൻസർ എന്താ അറിയോ? വി നോ ദാറ്റ് ഓൺ എർത്ത് അവർ ഹെയർ റൊമൈൻ ഇൻ ഡൗൺവാർഡ്സ് പോർഷൻ ഡ്യൂ ദ എർത്ത് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മുടെ എർത്തിൽ നമ്മുടെ മുടി താഴേക്കാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് അത് താഴേക്ക് നിൽക്കുന്നത്. എന്നാൽ ഇൻ സ്പേസ് ബഹിരാകാശത്ത് നോ സച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് വൈ സുനിതാസ് ഹെയർ വേർ സ്റ്റാൻഡിങ്. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും താഴേക്ക് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ടെല്ലാം പൊങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് സുനിതൻ്റെ ഹെയറും പൊങ്ങിക്കിടന്നത്. ദെൻ നെക്സ്റ്റ്, look at Sunita's photographs and the dates written on each of them. Write what all the happening and when. താഴെ ഫോട്ടോഗ്രാഫ് നോക്കിയിട്ട് ഓരോ ഡേറ്റിലും എന്താണ് സംഭവിച്ചതെന്ന് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, 9/12/2006. 2006 എന്താ, വി ടേക്ക് ഓഫ് അല്ലേ, 9 ഡിസംബർ 2006 വി ടേക്ക് ഓഫ്, അവരവിടേക്ക് പോയി. ദെൻ എന്ത് ചെയ്യേണ്ടത്, 11/12/2006 അവർ ഫീറ്റ് ഡോണ്ട് സ്റ്റേ ഓൺ ദി ഫ്ലോർ. ദെൻ ആ സെയിം ഡേറ്റിൽ തന്നെയാണ് വേർ ഈസ് ദ ഫുഡ് ഫ്ലൈയിങ്
അവേ അവർ ഫ്ലൈ ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കുന്നു. ദെൻ 13/12/2006 എന്താണ്, ലുക്ക് മൈ ഹെയർ ഈസ് സ്റ്റാൻഡിങ് നോ പ്രോബ്ലം വൈ വർക്കിംഗ്. അവർ വർക്ക് ചെയ്യുമ്പോഴും അവരുടെ ഹെയർ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ദെൻ 16th December 2006 സുനിത ഔട്ട്സൈഡ് ഇൻ സ്പേസ് റിയലി ഇൻ സ്പേസിൽ പുറത്ത് പൊങ്ങിക്കിടക്കുന്ന സുനിതയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. കോസ്റ്റ്രി നാസയുടെ പിക്ചേഴ്സാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് റൂം ബിക്കെയിംസ് എ സ്പേസ് ഷിപ്പ്. ഇപ്പോൾ ഇവിടെയുള്ള ലുക്ക് അറ്റ് ദി ഫോട്ടോഗ്രാഫ്സ് ആൻഡ് റൈറ്റിലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വാട്ട് ഡു യു തിങ്ക് എന്ന 2 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നോട്ട്ബുക്കിൽ എഴുതാം. ക്ലാസ് റൂം ബിക്കംസ് എ സ്പേസ് ഷിപ്പ്. നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് എന്താ സ്പേസിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ക്ലോസ് യുവർ ഐസ്, നിങ്ങളെ കണ്ണുകൾ അടക്കുക. ഇമാജിൻ ദാറ്റ് യുവർ ക്ലാസ് ഈസ് എ സ്പേസ് ഷിപ്പ്. ഇപ്പം നമ്മുടെ ക്ലാസ് എന്താണ്, ഒരു സ്പേസ് ഷിപ്പാണ്. ബഹിരാകാശത്തേക്ക് പോകുന്ന ഒരു സ്പേസ് ഷിപ്പാണ് നമ്മുടെ ക്ലാസ്. സൂം എന്ത് ചെയ്തു, പോയി. ഇൻ 10 minutes യു ഹാവ് എൻറ്റേർഡ് ഇൻ സ്പേസ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്പേസിൽ എത്തി. യുവർ സ്പേസ് ഷിപ്പ് ഈസ് നൗ ഗോയിങ് അറൗണ്ട് ദ എർത്ത്. നമ്മളെ സ്പേസ് ഷിപ്പ് എന്താ, ഇപ്പോൾ ഭൂമിയെ എർത്തിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. നൗസ് ഇപ്പം എന്തൊക്കെ പറയണോ, ആർ യു ഏബിൾ ടു സിറ്റ് അറ്റ് ഓൺ പ്ലേസ്. നിങ്ങൾക്കൊരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ സ്പേസിലെത്തിയപ്പോൾ. ദെൻ നെക്സ്റ്റ്, വാട്ട് അബൌട്ട് യുവർ ഹെയർ. നിങ്ങളുടെ മുടിയുടെ കാര്യം എന്താണ്? തിങ്ക് ചെയ്യട്ടോ. നന്നായിട്ട് കണ്ണടച്ചിട്ട് നമുക്ക് സ്ഥലത്തിരിക്കാൻ കഴിയുന്നുണ്ടോ, അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്നുള്ളതൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്യും. നെക്സ്റ്റ്, ഹോ ലുക്ക് വേർ ആർ യുവർ ബാഗ്സ് ആൻഡ് ബുക്സ് ഗോയിങ്. നോക്ക്, നമ്മുടെ ബാഗും ബുക്സൊക്കെ എവിടേക്കാണ് ഇങ്ങനെ പോകുന്നത്. അതുപോലെ ആൻഡ് വാട്ട് ഈസ് യുവർ ടീച്ചർ ഡൂയിങ്. നിങ്ങളടുത്ത് നിൽക്കുന്ന ടീച്ചർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്. വേർ ഈസ് ഹർ ചോക്ക്. ടീച്ചറെ ചോക്കൊക്കെ എവിടെ പോയി, എന്താണ് ചോക്കിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്, സ്ഥലത്ത് തന്നെ ഉണ്ടോ. ദെൻ ഹൗ ഡിഡ് യു ഈറ്റ് യുവർ ഫുഡ് ഡ്യൂറിങ് ദ ബ്രേക്ക്. ഹൗ ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ. വാട്ട് ഹാപ്പൻ ടു ദ ബോൾ ദാറ്റ് യു ത്രോ അപ്പ്. നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെ ഫുഡ് കഴിച്ചത്, അതുപോലെ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ടാവോ? ഫുഡ് എങ്ങനെ കഴിച്ചു, വാട്ടർ എങ്ങനെ നമ്മൾ ഡ്രിങ്ക് ചെയ്തത്. അതുപോലെ നമ്മൾ മുകളിലേക്കൊരു ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബോളിന് പിന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്. സ്പേസിലെത്തിയപ്പോൾ ആ ബോളിന് എന്ത് സംഭവിച്ചു. ആക്ട് ഔട്ട് ഓർ ഡ്രോ ദ സീൻ. ഇപ്പം എന്ത് ചെയ്യുക, ഈ സീന് ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂം ബിക്കെയിം എ സ്പേസ് ഷിപ്പ് ഇല്ലേ, അതിലിപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ എന്ത് ചെയ്യുക, ഒരു സീനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നോട്ട്ബുക്കിൽ ചിത്രമായിട്ട് ഡ്രോ ചെയ്യാം കേട്ടോ. അത് ആ സീനുകൾ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മുടെ ഹെയർ എങ്ങനെയാണ്, ടീച്ചർ എന്ത് ചെയ്യുന്നു, ചോക്ക് എവിടെയാണ്, അതുപോലെ എങ്ങനെ ഫുഡ് കഴിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇമാജിൻ ചെയ്തിട്ട് ചെറുതായ രീതിയിൽ നിങ്ങളെ കഴിവിൻ്റെ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുക. ഓക്കെ. അപ്പോൾ ടുഡേ വി വിൽ ഡിസ്കസ് എ സ്മോൾ ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ 11 സുനിത ഇൻ സ്പേസ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എർത്തിനെ പറഞ്ഞു അല്ലേ. എർത്ത് പറഞ്ഞപ്പോൾ നമ്മുടെ എർത്ത് ഗ്ലോബിൻ്റെ ഷേപ്പാണെന്ന് പറഞ്ഞിട്ട് ഉസൈറക്കും ഷഹ്മീറിനും ഇടയിലുള്ളൊരു കോൺവെർസേഷനാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു, ടോക്കിംഗ് വിത്ത് സുനിതയായിട്ടുള്ളൊരു ടോക്കിംഗ് ആണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ഇൻ അവർ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വർക്ക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഒരു ഗ്ലോബിൻ്റെ പിക്ചർ വരച്ചിട്ട് കളർ ചെയ്യാം നിങ്ങളെ കഴിവിനനുസരിച്ചിട്ട്.
അല്ലെങ്കിൽ ഒരു ഗ്ലോബ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മുടെ ഇന്ത്യ എവിടെയാണ് എന്നൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ വാട്ട് ഡു യു തിങ്ക് ലെ 2 ക്വസ്റ്റ്യൻസും അതിൽ ലുക്ക് അറ്റ് ദ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് റൈറ്റിലെ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോട്ട്ബുക്കിൽ എഴുതുക. ദെൻ നമ്മളിവിടെ ഒരു ക്ലാസ് റൂം ബിക്കം എ സ്പേസ്ഷിപ്പിൻ്റെ ഒരു ചെറിയൊരു പിക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പിക്ചറിൽ ഇമാജിൻ ചെയ്തിട്ട് അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നോട്ട്ബുക്കിൽ ഒരു ഡ്രോയിങ് ചിത്രം വരയ്ക്കാം. ഓക്കെ, ബൈ ഡേ ചിൽഡ്രൻ, മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്.